അർജുൻ കല്യാട് ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും അർജുൻ കല്യാട് ഷിരൂരിലേക്ക് എത്തി ഗംഗാവലിപ്പുഴയിൽ. അന്ന് അർജുൻ കല്യാട് ഗംഗാവലിപ്പുഴയിൽ നിന്ന് നമ്മൾ ഈ ആദ്യത്തെ ദൗത്യം അവസാനിപ്പിച്ച് മടങ്ങുമ്പോഴുള്ള പുഴയുടെ ഒഴുക്കും പുഴയുടെ കലക്കലുമൊന്നും ഇപ്പോഴില്ല. തെളിഞ്ഞൊഴുകുകയാണ് പുഴ. ഒന്നും സംഭവിച്ചിട്ടില്ല എന്നതുപോലെ ആകെ അവശിഷ്ടമായി നിൽക്കുന്നത് ചെറിയ മൺകൂനകൾ മാത്രമാണ്. നമ്മുടെ ക്യാമറയിലൂടെ പ്രേക്ഷകർക്ക് അതൊന്ന് കാട്ടിക്കൊടുക്കൂ അർജുൻ കല്യാട്. ഇന്ന് എന്തൊക്കെ പ്രതീക്ഷകളാണ് നമുക്കുള്ളത്? ഇന്ന് നേരത്തെ ഞാൻ സതീഷ് കൃഷ്ണസേനുമായി സംസാരിച്ചു. നേവിയുടെ ഡൈവേഴ്സിനെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്, അവർ എത്തുമായിരിക്കും എന്ന പ്രതീക്ഷയാണ് MLA പറഞ്ഞത്. ജില്ലാ ഭരണകൂടം അനുമതി നൽകിയിട്ടില്ല എന്നത് തെറ്റാണെന്നും MLA പറയുന്നുണ്ട്. അപ്പോൾ നേവിയുടെ ഡൈവേഴ്സും ഒപ്പം ഈശ്വർ മാൽപ്പയുടെ ഡൈവേഴ്സും ഒരുമിച്ച് ചേർന്നായിരിക്കും ഡൈവിംഗ് നടത്തുന്നതെങ്കിൽ പ്രതീക്ഷയുണ്ടാകുമല്ലോ അല്ലേ അർജുൻ കല്യാട്? ആ ദൃശ്യങ്ങളിൽ നിന്ന് എന്ത് തോന്നുന്നു? തീർച്ചയായിട്ടും അരുൺ, അതായത് ഒരു ഇടവേളയ്ക്ക് ശേഷം നമ്മൾ ഈ സ്ഥലത്തേക്ക് ഷിരൂരിലേക്ക് തന്നെ എത്തുമ്പോൾ ഈ ഗംഗാവാലിപ്പുഴയുടെ ഒരു ദൃശ്യം നമുക്ക് അതൊരു വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട്. കാരണം കലങ്ങി ഒഴുകിയിരുന്ന ഗംഗാവാലിപ്പുഴ ഇപ്പോൾ തെളിഞ്ഞ് ഒഴുകുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു വലിയ പ്രതീക്ഷയാണ് ഈ മാൽപ്പയുടെ നേതൃത്വത്തിലുള്ള സംഘവും അതുപോലെ തന്നെ NDRFിൻ്റെ സംഘവും ഒക്കെ എത്തി ഇവിടെ തിരച്ചിൽ നടത്തുമ്പോൾ ഉള്ളത്. എന്തായാലും നേരത്തെ അരുൺ പറഞ്ഞതുപോലെ ആ മൺകൂന പോലും ഇപ്പോൾ എത്രയോ അടി ഉയരത്തിലേക്ക് വന്നിരിക്കുന്നു. അതായത് ജലനിരപ്പ് താഴ്ന്നിരിക്കുന്നു, ഇവിടുത്തെ അടിയൊഴുക്ക് കുറഞ്ഞിരിക്കുന്നു എന്നതൊക്കെ ഈ ദൗത്യത്തിൽ വലിയ തോതിലൊരു പ്രതീക്ഷയാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാം. അതായത് ആ മേഖലയിൽ ഈ പറയുന്ന മൺകൂനയുള്ള ഭാഗത്ത് നേരത്തെ സോണാർ പരിശോധനയിലും എല്ലാം തന്നെ കണ്ടെത്തിയിട്ടുള്ള ഈ ലോഹ സാന്നിധ്യമുണ്ട് എന്നൊക്കെ പറയപ്പെടുന്ന ആ മേഖലയിൽ തന്നെ ഈ മൺകൂന ഒരുപാട് ഉയരത്തിലേക്ക്, സാധാരണഗതിയിൽ അതെല്ലാം ഓരോരോ ദ്വീപുകളായിട്ടാണ് കാണപ്പെട്ടിരുന്നത് എങ്കിൽ ഇതെല്ലാം ചേർന്ന് ഒരു ദ്വീപായി മാറിയിരിക്കുന്നു. അതായത് അത്രയും ഉയരത്തിലേക്ക് ആ മൺകൂന വന്നിരിക്കുന്നു, ജലനിരപ്പ് താഴ്ന്നിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ആ മേഖലയിലുള്ള പരിശോധന വളരെയധികം എളുപ്പമാവും എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഡ്രഡ്ജിങ്ങോ കാര്യങ്ങളോ അവിടത്തേക്ക് സാധ്യമാവാത്തത് കൊണ്ട് തന്നെ അതിൻ്റെ ഒരു വെല്ലുവിളിയുണ്ട്. പക്ഷേ എങ്കിൽ കൂടി ഇന്നലെ മാൽപ്പയെ തിരച്ചിൽ നടത്തിയ ഈ തീരത്തോട് ചേർന്ന മേഖലയിൽ, തീരത്തോട് ചേർന്ന ആ പ്രദേശത്ത് ഈ ജാക്കി ഉൾപ്പെടെ കണ്ടെത്തിയ ഒരു സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ആ മേഖലയിൽ ഏതെങ്കിലും തരത്തിൽ ഈ പറയുന്ന പോലെ ലോറിയുടെ മറ്റു ഭാഗങ്ങളുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു വിശദമായ പരിശോധന നടത്തണം. അങ്ങനെയാണ്, അല്ലെങ്കിൽ ലോറിയുടെ ഭാഗം ഈ തീരത്തോട് ചേർന്ന മേഖലയിലാണ് കണ്ടെത്തുന്നത് എങ്കിൽ അതൊരു പക്ഷേ വലിയ പ്രതീക്ഷയാണ്. കാരണം വളരെ പെട്ടെന്ന് തന്നെ കരയിൽ നിന്ന് തന്നെ ഏതെങ്കിലും തരത്തിൽ ഹിറ്റാച്ചി ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വലിയ ഉപകരണങ്ങൾ കൊണ്ടുവന്നോ അല്ലെങ്കിൽ ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് വലിച്ചെടുക്കാൻ വേണ്ടി പറ്റുന്ന രീതിയിലോ അല്ലെങ്കിൽ NDRFിൻ്റെ ഈ സംഘങ്ങൾക്ക് അതിൻ്റെ ഈ ലോറിയുടെ ഭാഗത്തേക്ക് കടന്നു ചെല്ലാൻ വേണ്ടി കഴിയുന്ന സാഹചര്യവും ഒരുപാടാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനമായി ഇന്നത്തെ തിരച്ചിലിൻ്റെ ഭാഗമായിട്ടുള്ളത് ഈ കരയോട് ചേർന്ന ഭാഗത്ത്, അതായത് ഇന്നലെ ജാക്കിയും ലോറിയുടേതെന്ന് സംശയിക്കപ്പെടുന്ന മറ്റ് രണ്ട് ഭാഗങ്ങളും കണ്ടെത്തിയിട്ടുള്ള ആ ഒരു ഭാഗത്ത് ഏതെങ്കിലും തരത്തിൽ അർജുൻ്റെ ലോറി ഉണ്ടോ എന്നുള്ള കാര്യമാണ് ഏറ്റവും പ്രധാനമായി നോക്കുന്നത്. ഇന്നും തിരച്ചിലിൻ്റെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമെന്ന് പറയുന്നത് ആ ഭാഗം തന്നെയായിരിക്കും. അതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാരണമെന്ന് പറയുന്നത് ഇന്നലെ കണ്ടെത്തിയിട്ടുള്ള ജാക്കിയും അതുപോലെ തന്നെ ലോറിയുടെ ഈ ഭാഗമായി കണ്ടെത്തിയിട്ടുള്ള രണ്ട് ലോഹ ഭാഗങ്ങളുമാണ്. പക്ഷേ അതിനോടൊപ്പം തന്നെ സമാന്തരമായ രീതിയിൽ തന്നെ ഈ പറയുന്ന നേരത്തെ നമ്മൾ തിരച്ചിൽ നടത്തിക്കൊണ്ടേയിരുന്ന, അതായത് ഈ തിരച്ചിലിൻ്റെ ആദ്യഘട്ടത്തിൽ മാൽപ്പ ഇവിടത്തേക്ക് എത്തിയ സമയത്ത് ഈ 3-4 സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു മാൽപ്പ അന്ന് പ്രധാനമായും മുങ്ങി നോക്കിയിട്ടുണ്ടായിരുന്നത്. അത് ഈ ലോഹ സാന്നിധ്യം സോണാർ പരിശോധനയിലൊക്കെ കണ്ടിട്ടുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള ലോഹ സാന്നിധ്യം കണ്ടെത്തിയിട്ടുള്ള മേഖല. അതിന് പുറമെ ഈ ABCD എന്ന് പറയുന്ന 4 സ്ഥലങ്ങൾ അന്ന് ലോഹ സാന്നിധ്യം കണ്ടെത്തിയപ്പോൾ ആ മേഖലയിൽ കൂടി ഇന്ന് സമാന്തരമായ തോതിലുള്ള പരിശോധന നടത്തും എന്നുള്ള കാര്യം ഈശ്വർ മാൽപ്പ ഇന്നലെ തന്നെ വ്യക്തമാക്കിയതാണ്. ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഈശ്വർ മാൽപ്പ മാത്രമായിരിക്കില്ല, ഈശ്വർ മാൽപ്പയുടെ സംഘത്തോടൊപ്പമുള്ളവരും ഇന്ന് ഈ ഡൈവിൻ്റെ ഭാഗമായി പങ്കെടുക്കും എന്നുള്ള കാര്യം കൂടി നമുക്ക് ഇന്നലെ തന്നെ മാൽപ്പ അത് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. മറ്റ് 2 പേർ കൂടി ഈ ഡൈവിൻ്റെ ഭാഗമായി മാൽപ്പയോടൊപ്പം ഉണ്ടാവും. ഒരു സംശയം, ഇന്നലത്തേതിൽ നിന്ന് വ്യത്യസ്തമായ മഴയ്ക്കുള്ള സാധ്യതയുണ്ടോ? അതുകൊണ്ട് നമുക്ക് കാലാവസ്ഥ ഒരിക്കലും പ്രവചിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ്. ഇന്നിപ്പോൾ രാവിലെ അത്രയും വലിയ തെളിഞ്ഞൊരു കാലാവസ്ഥയാണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിയില്ല. കാരണം അത്രയധികം ഒരു തെളിഞ്ഞ കാലാവസ്ഥയല്ല ഇവിടെ ഉള്ളത്. മഴമേഘങ്ങൾ ഇങ്ങനെ ഈ ആകാശത്ത് ഉരുണ്ട് കൂടുന്നുണ്ട്. പക്ഷേ എങ്കിൽ കൂടി മഴ പെയ്യുന്നില്ല എന്നുള്ളത് ആശ്വാസമാണ്. ഇന്ന് രാവിലെ മുതൽ തന്നെ നമ്മൾ ഏകദേശം 1-2 മണിക്കൂറായി ഈ പുഴക്കരയിലും ഈ സമീപ പ്രദേശങ്ങളിലുമൊക്കെ നിൽക്കുന്നുണ്ട്. പക്ഷേ ഈ നമുക്ക് ഈ മാനം നോക്കിയാൽ തന്നെ മനസ്സിലാകും. അതായത് ഒരു മൂടിക്കെട്ടിയ അന്തരീക്ഷമുണ്ട്, പക്ഷേ മഴ പെയ്യുന്നില്ല. കാര്യമായ തോതിൽ മഴ ഈ പുഴയുടെ മറ്റ് പ്രദേശങ്ങളിലൊന്നും തന്നെ പെയ്തില്ല എങ്കിൽ ഈ അടിയൊഴുക്ക് ഇതുപോലെ തന്നെ നിലനിൽക്കാനുള്ള സാധ്യതയാണുള്ളത്. അപ്പോൾ മഴ ഏതെങ്കിലും തരത്തിൽ ശക്തമാവുകയോ അടിയൊഴുക്ക് കൂടുകയോ ചെയ്തു കഴിഞ്ഞാൽ ഈ ദൗത്യം വീണ്ടും ഒരു ദൃശ്യങ്ങളിൽ വഴിയ കാർമേഘമില്ല, പക്ഷേ അത്ര തെളിഞ്ഞിട്ടുമില്ല, വെയിൽ വന്നിട്ടില്ല അല്ലേ?
തീർച്ചയായിട്ടും ഒരു പൂർണ്ണ പ്രതീക്ഷയുടെ ആകാശമല്ല നമുക്ക് ഇവിടെ നിന്ന് കാണാൻ വേണ്ടി കഴിയുന്നത്. എന്നാൽ അത്രയധികം പ്രതീക്ഷ അസ്തമിച്ചു പോയ ഒരു കാലാവസ്ഥയുമല്ല എന്നുള്ള രീതിയിലുള്ള ഒരു അന്തരീക്ഷമാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി കഴിയുന്നത്. കാർമേഘങ്ങളുണ്ട് എങ്കിൽ കൂടി കാർമേഘങ്ങൾ മാറും കുറച്ച് സമയം കൂടി. ഇന്നലെ തന്നെ മാൽപ്പ പറഞ്ഞത് 8 മണിയോടുകൂടി സൂര്യപ്രകാശമൊക്കെ എത്തുമ്പോൾ ഈ നദിയുടെ അടിത്തട്ടിലേക്ക് പോകുമ്പോൾ അത് കൂടുതൽ വിസിബിളായി മാറും. അതുകൊണ്ട് സൂര്യപ്രകാശവും ഇതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടൊരു ഘടകമാണ് ഇന്നത്തെ തിരച്ചിലിൻ്റെ ഭാഗമായി. അപ്പോൾ സൂര്യപ്രകാശം കുറച്ച് സമയത്തോടെ 8 മണിയോടുകൂടിയൊക്കെ ആവുന്ന ഘട്ടത്തിൽ അല്ലെങ്കിൽ 8:30 ആവുന്ന സമയത്ത് കുറച്ചുകൂടി തെളിഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ദൗത്യത്തിന് വളരെയധികം സഹായമാവും. ഇന്നും അത്തരത്തിലുള്ളൊരു സഹായമായ നമുക്കെല്ലാം പ്രതീക്ഷ നൽകുന്ന ഒരു കാലാവസ്ഥ തന്നെ ഉണ്ടാവും, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാവണം എന്ന് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന. കാരണം 30 ദിവസമായി 30 ദിവസത്തിൽ നമ്മളെല്ലാം ഒരു ചോദ്യത്തിനൊരു ഉത്തരമാണ് തേടുന്നത്. എവിടെയാണ് നമ്മുടെ അർജുൻ, എവിടെയാണ് നമ്മുടെ അർജുൻ സഞ്ചരിച്ചിട്ടുള്ള വാഹനം? അപ്പോൾ ആ ഒരു ചോദ്യത്തിനൊരു ഉത്തരമെങ്കിലും നമുക്ക് ലഭിക്കണമെന്നുള്ളത് മാത്രമാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രതീക്ഷക്കനുസരിച്ച് നമ്മുടെ എല്ലാം പ്രാർത്ഥനക്കനുസരിച്ച് പ്രകൃതിയും നമുക്ക് അനുകൂലമായി നിൽക്കും എന്നുള്ളത് തന്നെയാണ് നമ്മുടെ വിശ്വാസം. ആ വിശ്വാസത്തിൻ്റെ ഭാഗമായി തന്നെയാണ് ഇന്ന് രാവിലെ തന്നെ തിരച്ചിലിൻ്റെ ഭാഗമായി പങ്കെടുക്കുമെന്നുള്ള കാര്യം ഈശ്വർ മാൽപ്പയും വ്യക്തമാക്കിയിട്ടുള്ളത്. ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് ഈശ്വർ മാൽപ്പയ്ക്ക് ഈ പുഴയിലിറങ്ങി അത്തരത്തിലുള്ളൊരു പരിശോധന നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു അനുമതി ലഭിക്കുകയും ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ മുതൽ തന്നെ തിരച്ചിലിൻ്റെ ഭാഗമായി നടത്തുകയും നല്ല സൂര്യപ്രകാശം, അതായത് തെളിഞ്ഞൊഴുകുന്ന ഈ ഗംഗാവാലി പുഴയുടെ അടിത്തട്ടിലേക്ക് മാൽപ്പയെ മുങ്ങി പോകുന്ന സമയത്ത് അടിത്തട്ടിലെ കാഴ്ചകൾ കൂടുതൽ വ്യക്തമാവുന്ന രീതിയിലുള്ള ഒരു സൂര്യപ്രകാശം ലഭിച്ചാൽ അതീ ദൗത്യത്തിന് വലിയ സഹായമാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഒരു കാര്യം കൂടി, അർജുൻ കല്യാട് അവിടെ നിൽക്കുമ്പോൾ ആ ദൃശ്യങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇന്നിപ്പോൾ ഈശ്വർ മാൽപ്പയും സംഘവും 4 ഡൈവേഴ്സിനും തെരച്ചിൽ നടത്തണമെങ്കിൽ കാലാവസ്ഥ ഇപ്പോൾ അനുകൂലമാണ്. മഴ പെയ്യുന്നില്ലെങ്കിൽ, പുഴ കലങ്ങുന്നില്ലെങ്കിൽ, വിസിബിലിറ്റിയും താൽക്കാലികമായിട്ടുണ്ട്. വലിയ വെയിൽ വേണമെന്നില്ലെങ്കിൽ പോലും വെയിലുണ്ടെങ്കിൽ നല്ലത് ഈ അടിത്തട്ടിലേക്ക് ഒരു 40-50 അടി താഴ്ചയിലേക്കൊക്കെ പോകാം. ഇന്നലെ ഏകദേശം 100 അടി താഴ്ചയിലേക്ക് പോയി എന്നാണ് ഈശ്വർ മാൽപ്പെ പറയുന്നത്. അങ്ങനെ 100 അടി താഴ്ചയിലേക്ക് പോയി ആ സ്ഥലത്ത് ഒരിക്കൽ കൂടി തെരച്ചിൽ നടത്തിയാൽ ഇപ്പോൾ ആ പുഴയോട് ചേർന്ന് ജാക്കി കെട്ടിയ സ്ഥലത്താണ് ഉള്ളതെങ്കിൽ വളരെ എളുപ്പം നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ സാധ്യമാവും. പക്ഷേ അതല്ല, അവിടെ നിന്ന് ലോറി നീങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഒരു സംശയം ഇപ്പോഴും അർജുൻ കല്യാടുള്ളത്, ഈ ജാക്കി ഉള്ളത് അതിൻ്റെ ടൂൾ ബോക്സിലാണെന്നാണ് മനസ്സിലാക്കുന്നത്. അത് ചിലപ്പോൾ തെറിച്ചു പോകാനുള്ള സാധ്യതയും കൂടുതലാണ്. ചില പ്രേക്ഷകരെങ്കിലും അങ്ങനെ എഴുതുന്നു. കാരണം ഇത് അവിടെ നിന്ന് വന്ന് വലിയ മണ്ണടിച്ച് ലോറിയെ ഏകദേശം ഒരു 20-30 അടിയോളം ഈ റോഡിലൂടെ വലിച്ച് പുഴയിലേക്ക് കൊണ്ടിടുമ്പോൾ അതിനിടയിൽ ഈ ജാക്കി തെറിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ജാക്കി ആദ്യം വീഴുകയും പിന്നീട് ലോറി അങ്ങ് നീങ്ങിപ്പോവുകയും ചെയ്യാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. പക്ഷേ ഒരു പ്രശ്നമുള്ളത് ഏകദേശം 20-22 അടിയോളം താഴ്ചയുള്ളൊരു പ്രദേശമാണ്. അതുകൊണ്ട് ഈ ലോറി ആ കിടങ്ങിലേക്ക് വീണ് കഴിഞ്ഞാൽ പിന്നെ മുന്നോട്ട് മൂവ് ചെയ്യാൻ സാധ്യത കുറവാണ് എന്നതും ചില ആളുകൾ പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇന്നലെ നടത്തിയ അന്വേഷണത്തിൽ അനുകൂലമായൊരു ഘടകമെന്ന് പറയുന്നത് തീരത്തു നിന്നും ഒരുപാട് ദൂരെയല്ല ലോറി കിടക്കുന്നത് എന്ന ഒരു സൂചന അല്ലെങ്കിൽ ഒരു സാധ്യത മുന്നിലുണ്ട്. നമുക്ക് ഉറപ്പിക്കാറായിട്ടില്ല. കാരണം 2 സിഗ്നലുകളും സ്ട്രോങ് ആയി ലഭിച്ചിരിക്കുന്നത് തീരത്ത് നിന്നും ഏകദേശം 100 മീറ്റർ അകലെയും മറ്റൊന്ന് 50 മീറ്റർ അകലെയുമാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്നലെ ജാക്കി കിട്ടിയ സ്ഥലം കേന്ദ്രീകരിച്ചായിരിക്കും ഇന്ന് കൂടുതൽ അന്വേഷണം നടക്കുക, അല്ലേ അർജുൻ? അരുണെ, ഇതിനകത്ത് സാധ്യതകൾ ഒരുപാടാണ്. ഇതിനകത്ത് അത്തരത്തിലുള്ള ഓരോ നിരീക്ഷണങ്ങളും ഓരോ പരീക്ഷണങ്ങളും തന്നെയാണ് നടക്കുന്നത്. കാരണം ഈ സാങ്കേതികമായിട്ടുള്ള സോണാർ ഉപകരണങ്ങളിലൊക്കെ പരിശോധന നടത്തി അതിനകത്തൊക്കെ കൃത്യമായ തോതിലുള്ള ഓരോ കണ്ടെത്തലുകൾ ഉണ്ടെങ്കിൽ കൂടി അതിനെല്ലാം ഓരോ വെല്ലുവിളിയുമുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഈ മണ്ണിൻ്റെ ഘടന ആദ്യഘട്ടത്തിൽ നമ്മൾ പരിശോധിച്ച സമയത്ത് ഇവിടുത്തെ പാറയുടെ ഭാഗമായി ലോഹ സാന്നിധ്യമുണ്ട്. അപ്പോൾ ഒരുപക്ഷെ പാറയാവും. അതിന് പുറമെ ഈ ലോഹ സാന്നിധ്യം ശക്തമായി കണ്ടെത്തി എന്ന് പറയപ്പെടുന്ന ഈ മൺകൂനയുടെ സമീപത്തുള്ള പ്രദേശങ്ങളിൽ അവിടെ മറ്റ് ഈ അർജുൻ്റെ വാഹനം മാത്രമല്ല, അതിലുപരിയായി മറ്റൊരു വാഹനം കൂടി ഇതിനകത്തുണ്ട്. ഇവിടെ ഒരു ടവറിൻ്റെ ഒരു സാന്നിധ്യം, ലോഹ സാന്നിധ്യമുണ്ട്. അപ്പോൾ അതാവാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാനേ കഴിയില്ല. അപ്പോൾ നമുക്ക് സാധ്യതകൾ ഒരുപാടാണ്. അത്തരത്തിൽ പരീക്ഷണങ്ങൾ ഒരുപാട് നടത്തേണ്ടി വരും. എന്തായാലും മാൽപ്പയ്ക്ക് ഈ ദൗത്യം വളരെ വെല്ലുവിളി നിറഞ്ഞത് തന്നെയാണ്. പക്ഷേ എങ്കിൽ കൂടി ഈ പല ഘടകങ്ങളും ഇന്ന് അനുകൂലമായി നിൽക്കുന്നു എന്ന് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനമായ കാര്യം. ഇനി അരുൺ പറഞ്ഞ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്നത്തെ പ്രധാനമായ തിരച്ചിലിൻ്റെ കേന്ദ്രീകരണം എന്ന് പറയുന്നത് ഈ പറയുന്ന ഭാഗത്ത് തന്നെയായിരിക്കും. കാരണം നമുക്കൊരു സൂചന ലഭിച്ചിരിക്കുന്നു. അതായത് ഈ ഭാരത് ബെൻസിൻ്റെ അർജുൻ സഞ്ചരിച്ച വാഹനത്തിൻ്റെ ജാക്കി നമുക്ക് ആ പ്രദേശത്തു നിന്ന് ലഭിച്ചു. അപ്പോൾ സ്വാഭാവികമായും ആ സൂചന ലഭിച്ച സ്ഥലത്ത് നമ്മൾ പരിശോധന നടത്താതെ നമ്മൾ മറ്റൊരു സ്ഥലത്തേക്ക് പരിശോധന കേന്ദ്രീകരിക്കുന്നതിൽ ഒരു യുക്തിയില്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ആ മേഖല കേന്ദ്രീകരിക്കുന്നതിനോടൊപ്പം തന്നെ മറ്റ് മേഖല, അതായത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിട്ടുള്ള പ്രകാരമാണെങ്കിൽ ഈ മൺകൂനയുള്ള മേഖലകളിൽ കൂടിയുള്ള ഒരു സമാന്തരമായ
വിശദമായിട്ടുള്ളൊരു പരിശോധന ആ മേഖലയിലും കൂടി നടക്കും. പക്ഷേ പ്രധാനമായ കേന്ദ്രീകരണം എന്ന് പറയുന്നത് ഈ പറയുന്ന കഴിഞ്ഞ ദിവസം ജാക്കി കണ്ടെത്തിയത് തീരത്തോട് ചേർന്ന് ഏകദേശം 10-20 അടിക്ക് അപ്പുറത്ത് ഒരു 40 അടി താഴ്ചയിലുള്ള സ്ഥലത്തായിരിക്കും ഈ പരിശോധന നടത്തുക എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കേന്ദ്രീകരണം. ആ സ്ഥലത്ത് തന്നെ ആയിരിക്കും എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ജലനിരപ്പ് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ചകൾക്ക് മുമ്പ് ഇവിടെ വന്നപ്പോൾ ഈ ഞാൻ നിൽക്കുന്ന പ്രദേശം ഉൾപ്പെടെ, അതായത് അരുൺ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് തീരത്തിൻ്റെ താഴ്ഭാഗത്ത് നേരെ കാണുന്നത് ഗംഗാവാലി പുഴയാണ്. ഇവിടെയായിരുന്നു NDRFിൻ്റെയും അതുപോലെ തന്നെ ഈ ഇവിടത്തേക്ക് എത്തിയിട്ടുള്ള ദൗത്യ സംഘത്തിൻ്റെ ആൾക്കാരൊക്കെ വന്ന് ഇവിടെ നിന്നായിരുന്നു ഇവരുടെ തോണികളും അതുപോലെ തന്നെ ബോട്ടുകളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഈ പുഴയിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. നമുക്കറിയാം ഈ പ്രദേശത്തൊന്നും തന്നെ ഈ പാറകളൊന്നും തന്നെ ദൃശ്യമായിരുന്നില്ല. അവിടെയൊക്കെ വെള്ളമായിരുന്നു. ഏകദേശമായി നമ്മൾ കണക്കാക്കുന്ന ഒരു 6 അടിയോളം തന്നെ വെള്ളം താഴ്ന്നു പോയിട്ടുണ്ട്. അതായത് എൻ്റെ ഉയരത്തിൽ, ഒരു മനുഷ്യൻ്റെ ഉയരത്തിൽ തന്നെയുള്ള നമുക്ക് ഇവിടെ നിന്ന് ആ പ്രദേശത്ത് ഇല്ല, ഇപ്പോൾ ഈ മേഖല വളരെ സുരക്ഷിതമാണ്. കാരണം നമുക്കിവിടെ എല്ലാം കാണാം, ഇവിടെ ഒന്നും മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ആ സുരക്ഷിത ഉറപ്പുവരുത്തി തന്നെയാണ് നമ്മൾ താഴേക്ക് ഇറങ്ങിയിട്ടുള്ളത്. എന്തായാലും ആ ഒരു ജലനിരപ്പ് താഴ്ന്നത് 6 അടിയോളം തന്നെ ജലനിരപ്പ് താഴ്ന്നത് വളരെയധികം ഈ ഒരു ദൗത്യത്തിന് സഹായകരമാവും. അടിയൊഴുക്ക് നമുക്ക് നമ്മൾ മുമ്പ് വന്ന സമയത്തല്ല മുൻപ് കണ്ടിട്ടുള്ള ഗംഗാവാലി പുഴ എന്ന് പറയുന്നത് ഒരു ഘട്ടത്തിൽ പോലും, ആ ദൗത്യത്തിൻ്റെ ഒരു ഘട്ടത്തിൽ പോലും ഈ ഗംഗാവാലി പുഴ ഇങ്ങനെ തെളിഞ്ഞൊഴുകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനേ കഴിഞ്ഞിരുന്നില്ല. ഓരോ ഘട്ടങ്ങളിലും ഈ അടിയൊഴുക്കും ഈ ഗംഗാവാലി പുഴയുടെ കുത്തൊഴുക്കും കൂടുന്നതല്ലാതെ അത് കുറയുന്നൊരു സാഹചര്യം ഉണ്ടായില്ല. അവസാന ഘട്ടത്തിൽ മാൽപ്പെ ഇതിനു മുമ്പ് 1ാം ഘട്ട ദൗത്യത്തിൻ്റെ ഭാഗമായി പങ്കെടുപ്പിക്കുമ്പോൾ 6 നോട്ടിക്കൽ അടിയൊഴുക്ക് എന്നുള്ളൊരു കണക്കിൽ നിന്നും അത് 7ലേക്ക് വരെ പോകുന്നൊരു സാഹചര്യം ഉണ്ടായത്. അതായത് ഓരോ ഘട്ടത്തിൽ അത് ശക്തമായി വരുന്നൊരവസ്ഥയാണ് അന്നുണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് വളരെ ശാന്തമാണ്. ഗംഗാവാലി പുഴ നമുക്കനുകൂലമായി അർജുനെ കണ്ടെത്തുന്നതിന് വേണ്ടി നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുകയാണെന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു ഒഴുക്കാണ്. വളരെ ശാന്തമായി ഒഴുകുന്ന വളരെ വ്യക്തമാണ്. ആ ദൃശ്യങ്ങളിൽ ഇത് വ്യക്തവുമാണ്. അർജുൻ കല്യാട്, ഞാൻ അർജുൻ കല്യാടിലേക്ക് വരാം. അല്പസമയത്തിനുള്ളിൽ ഈശ്വർ മാൽപ്പെ അർജുൻ കല്യാട് നിൽക്കുന്ന സ്ഥലത്തേക്കായിരിക്കും എത്തുക. അവിടെ നിന്നും നമുക്ക് കൂടുതൽ വിവരങ്ങൾ നൽകാം.